സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മ മലപ്പുറം പുത്തനത്താണിയിൽ മിസ് ടർഫ് ഹാളിൽ ഇഫ്താർ മീറ്റിംഗ് സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 400-ൽ പരം ആളുകൾ പങ്കെടുത്തു. സമദ് പരമ്പനാല, അൻസാർ ബുസ്താൻ, ഷജീർ പഴയന്നൂർ, ജലീൽ, അബ്ബാസ് സലീം, മങ്കട, സഹദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അതിനെതിരെ ശബ്ദിക്കുന്നവരുമായിട്ട് കേരളത്തിലെ ചർച്ചകൾ ഇങ്ങനെ മാറി ഒരു സെക്കൻഡ് അവിടെ ഇരുന്നോളൂ. കുട്ടികാരനാവട്ടെ, കുഴപ്പമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാർവർണ്ണൻ എന്നുള്ളതാണ് അല്ലെ? അങ്ങനല്ലേ കാർവർണ്ണൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതുപോലെ ഉമയ്യത്തിനോട്, ഉമയ്യ നീ ഇങ്ങനെ അഹങ്കരിച്ചു നടന്നോ, നിന്റെ അടിമ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചു എന്ന് ബിലാലിനെ കുറിച്ച് പറഞ്ഞൊരു കഥകൾ കൂടി നമ്മൾ കേൾക്കേണ്ടത്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനിയും അതുപോലെ നിങ്ങൾ തരുന്ന റിക്വസ്റ്റുകളും കാര്യങ്ങളും കൃത്യമായി അവലോകനം ചെയ്ത് അത് പരിശോധിച്ച് അർഹതപ്പെട്ടവരിലേക്ക് തീർച്ചയായിട്ടും സഹായങ്ങൾ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് സ്വർഗവാതിൽ നിന്ന് അറിയിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന 2 ഗ്രൂപ്പുകളാണ്. ഒന്ന് സുഹൃത്തുക്കൾ സഹായം വാട്സപ്പ് കൂട്ടായ്മ, അതേപോലെ തന്നെ സ്വർഗവാതിൽ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ. അതിൽ എല്ലാ കൂട്ടായ്മ അഡ്രസ്സായിട്ടുള്ള ഇതിൻ്റെ എല്ലാമായിട്ടുള്ള സമ്മതിക്കുകയും അതേപോലെ തന്നെ അത് ആർക്ക് കൊടുക്കണം, ആരുടെ കരങ്ങളിൽ എത്തണം എന്നുള്ളത് ഒരു 5 അർഹതയില്ലാത്ത ഒരു കയ്യിൽ എത്തരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് സ്വർഗവാതിൽ. എല്ലാ അംഗങ്ങളും എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലുണ്ടെങ്കിൽ കൃത്യമായും അത് അവർ അറിയിച്ചു തരാറുണ്ട്. നമ്മൾ ചെയ്തു വരുന്നത് ജലീൽക്ക് പറഞ്ഞതുപോലെ വാങ്കുലി പരത്തണ കാറ്റലയാ